നമസ്കാരം, ഞാൻ സുബൻ സുലൈമാൻ. ഞാൻ ഇന്നുള്ളത് ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ ഡീലർഷിപ്പ് ആയിട്ടുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിലാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും പരിചയപ്പെടുത്താൻ പോകുന്നതും ഇത് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും, ടാറ്റയുടെ പ്രൗഡ് ആൻഡ് പ്രൈഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇൻട്ര V30 AC. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സുഹൃത്തുക്കളെ, ഇതാണ് ടാറ്റയുടെ ഇൻട്ര V30 AC എന്ന് പറയുന്ന പിക്കപ്പ്. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലെ ട്രക്കുകളെ സൂചിപ്പിക്കുന്ന രീതിയിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഈ വാഹനം ടാറ്റ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ട് മുൻവശം കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി ഡിസൈനിലാണ് ഈ വാഹനം വിപണിയിൽ ടാറ്റ എത്തിച്ചിരിക്കുന്നത്. നമുക്കിതാ ഇവിടെ V30 AC എന്ന് പറയുന്ന ഒരു പഞ്ചിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻട്ര പിക്കപ്പ് എന്നുള്ള ഒരു പഞ്ചിങ് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു പഞ്ചിങ് പോലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ക്രോം ഫിനിഷിൽ ഒരു പാനലിംഗ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. ആ ക്രോം ഫിനിഷ് പാനലിന്റെ ഒത്ത സെൻട്രലായിട്ട് തന്നെ എബോണി ബ്ലാക്കിൽ നമുക്കൊരു ടാറ്റയുടെ പഞ്ചിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടി കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫോഗ് ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ആ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വളരെ അടിപൊളിയായിട്ടാണ് ഈ വാഹനത്തിന്റെ ക്യാബിൻ ഭാഗം ടാറ്റ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വിട്ടിയും ലെങ്തിയുമായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് വരുമ്പോഴത്തേക്കും വളരെ വിസിബിൾ ആയിട്ടുള്ള, വളരെ വിട്ടിയും ലെങ്തിയും ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് നമുക്ക് ഇൻട്ര V30 അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു 4 സിലിണ്ടർ 1500cc വാഹനമാണ് വരുന്നത്. 2020 മുതലാണ് ഈ വാഹനം വിപണിയിൽ ടാറ്റ എത്തിച്ചു തുടങ്ങിയത്. പിന്നെ ഈ വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 14 സൈസ് ടയറാണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞൊരു പഞ്ചിങ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോർ പെഡലും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, ചെറിയൊരു ഇൻഡിക്കേഷൻ യൂണിറ്റ്. അതിനുശേഷം പുറകുവശത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ വാഹനത്തിന്റെ ലോഡ് ബോർഡ് കണ്ടോ, വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലോഡ് ബോർഡിങ് കാര്യങ്ങളാണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. എല്ലാവരും ചോദിക്കും എത്രയാണ് ഇതിന്റെ ലെങ്ത്, എത്രയാണ് വിഡ്ത് എന്നുള്ളത്. നമുക്ക് 8.8 ലെങ്ത്തും 5.3 അതായത് 5.3 വിഡ്ത്തുമാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്കിതിന്റെ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേക്കും ടാറ്റയുടെ ഒരു പഞ്ചിങ് കാണാൻ സാധിക്കും. മോഡൽ ഇൻട്ര പിക്കപ്പ് എന്നുള്ള ഒരു പഞ്ചിങ് കാണാൻ സാധിക്കും. സ്റ്റെപ്പിന് ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂ മോഡലായിട്ടുള്ള ഒരു ടെയിൽ ഗേറ്റും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് എന്താ പറയുക, മുമ്പുള്ള എല്ലാ പിക്കപ്പുകളെയും കൊമേഴ്ഷ്യൽ പിക്കപ്പുകളെ അപേക്ഷിച്ച് ലോഡ് ബോഡിയുടെ ലെങ്ത്തും വിഡ്ത്തും വളരെയധികം എന്താ പറയുക കൂടുതൽ. സുഹൃത്തുക്കളെ, ഇൻട്ര V30 AC എന്ന് പറയുന്ന ഒരു മോഡലിൽ, ഇൻട്രയുടെ V30 മോഡലിൽ നമുക്കൊരു 3 മുതൽ 3.5 ടൺ വരെ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. വിത്ത് ലോഡോട് കൂടി നമുക്ക് ഏകദേശം ഒരു 14 to 15 മൈലേജ് വരെ, കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് പിന്നെ അതുകൂടാതെ തന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ വശത്തേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ മുമ്പ് കണ്ട അവിടെ പോലെ തന്നെ ഈ സൈഡിലും ചെറിയൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളും കാണാൻ സാധിക്കും. ആമറോണിന്റെ ഒരു 12 വോൾട്ട് ബാറ്ററി ബാക്കപ്പ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വൈപ്പറിന് വാട്ടറിന്റെ നോബും കാര്യങ്ങളും കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നമുക്കിനി ഇൻട്ര V30 അകത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, അകത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ മാൻലി ആയിട്ടുള്ള സൗണ്ടാണ് ഡോർ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡോർ ലോക്കും കാര്യങ്ങളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗണിന്റെ നോബ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ബ്ലാക്കിൽ തന്നെ ടാറ്റ എന്നുള്ളൊരു പഞ്ചിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ നമുക്ക് ഇനി അകത്തോട്ട് കയറി നോക്കാം. ഈ ഭാഗത്ത് നമുക്കൊരു ഗ്രാബ് ഹാൻഡിലുണ്ട്. അപ്പോൾ കയറുമ്പോഴത്തേക്ക് പിടിച്ച് കയറാനായിട്ട് ഒരു ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ്. അതായത് ഒരു 2 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാബിൻ ബാക്കപ്പ് ആണ്, ക്യാബിൻ സ്പേസ് ആണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ AC വെന്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ വാഹനം AC വെന്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇവിടെ തന്നെ ചെറിയൊരു എന്റർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എന്റർടൈൻ സിസ്റ്റത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 ഗിയർ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. AC-യുടെയും ബ്ലോവറിന്റെയും നോബ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു 5 വോൾട്ടിന്റെ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ആണ്. അതായത് സാധാരണ എല്ലാ പിക്കപ്പുകളിലും നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ആണ്, പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ വരുന്ന EPS ആണ്, അതായത് ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിംഗ് ആണ്. ഞാൻ അതിന്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം.
കണ്ടോ, വണ്ടി സ്റ്റാർട്ടിൽ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ വേണ്ട ഈ ഒരു ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ഫുൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് വിത്ത് ലോഡോട് കൂടിയാണെങ്കിലും വിത്തൗട്ട് ലോഡോട് കൂടിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഒറ്റ വിരൽ കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ലോഡുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ വഴിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇട്ട് പിടിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഒറ്റ വരെ നമുക്ക് വണ്ടി നിർത്താനും കാര്യങ്ങളൊക്കെ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വരുന്നത്. നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ്, ഓയില്, ഫ്യൂവല്, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ചെക്ക് എഞ്ചിൻ, പിന്നെ എല്ലാം നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ക്ലസ്റ്ററിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇക്കോ മോഡ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പിന്നെ ഈ ടാറ്റയുടെ തന്നെ നമുക്കൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ USB കണക്ടിവിറ്റി ഉണ്ട്, അതുപോലെ FM തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഓക്സ് കണക്ടിവിറ്റി ഉണ്ട്, എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ വാഹനത്തിൽ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് സൈഡ് വരുന്നത് 5 ലീഫാണ് വൺ സൈഡിൽ വരുന്നത്. അതായത് ടോട്ടൽ 10 ലീഫാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലീഫ് വരുന്നത് ഒരു 8 ലീഫാണ് വൺ സൈഡ് വരുന്നത്. 8 8 16 ലീഫാണ് നമുക്ക് ബാക്ക് സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിന്ന് സംസാരിച്ചത് ടാറ്റയുടെ ഇൻട്ര V30 എന്ന പിക്കപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഈ വാഹനം 70 HP 360 Nm ടോർക്കാണ് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 215 mm ക്ലച്ചാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒരു 35 ലിറ്ററാണ് ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. നമുക്കൊരു 3 വർഷം അല്ലാതെ 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനത്തിൽ വാറണ്ടി വരുന്നത്. സോ വണ്ടി വാങ്ങാനും വണ്ടിയെക്കുറിച്ച് എൻക്വയറി ചെയ്യാനും താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ദയവ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. ഡെമോയ്ക്കാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നമുക്ക് വണ്ടി ഈ കലന്താനം ഓഫീസിലെ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. സോ ദിസ് ഇസ് സുബിൻ സുലൈമാൻ സൈനിങ് ഓഫ്.